സാധാരണ നമ്മളിങ്ങനെ ഇരിക്കാറുള്ളത് ഏതെങ്കിലും ഒരു വല്ലാത്തൊരു കഥയുടെ ഒരു ഇൻട്രോയും കൊണ്ടാണ്. അപ്പം ഇന്ന് നിങ്ങളെ ഞാൻ കാണാൻ വന്നിട്ടുള്ളത് വല്ലാത്തൊരു കഥ അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനവും അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റോടെയാണ്. കഴിഞ്ഞ നവംബർ 24-ാം തീയതിയാണ് നമ്മൾ അവസാനമായിട്ടൊരു വല്ലാത്തൊരു കഥ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പുറത്തു വന്നത്. മാഡം ക്യൂരിയുടെ എപ്പിസോഡ് കണ്ടു. അടുത്ത ആഴ്ച, അതായത് 1-ാം തീയതി എപ്പിസോഡ് വരാഞ്ഞപ്പോൾ തന്നെ പലരും ചോദിച്ചു, എന്താണ് ഇനി കഥ ഇല്ലേ? 1-ാം തീയതി കഴിഞ്ഞിട്ട് 8-ാം തീയതി കൂടെ വരാതെയായപ്പോൾ പലരും പരിഭ്രമിച്ചു. പലരും വളരെ ബുദ്ധിമുട്ടി, വളരെ വിഷമിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. പലരും എന്നെ ഫോൺ ചെയ്തു, നിർത്തിയോ, അയ്യോ പ്രശ്നമായി. അവരോട് ഞാൻ അന്നൊന്നും പറയാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ല. നമ്മളതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് പറയാൻ പറ്റിയ സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് അനൗൺസ് ചെയ്തത്. ഇതുവരെ ഉണ്ടായിരുന്ന സ്പേസിൽ നിന്ന് കുറേയും കൂടി പേഴ്സണലായിട്ടുള്ള സ്പേസിലോട്ട് നമ്മളെല്ലാവരും കടക്കുകയാണ്. കഥ പറയുന്ന ഞാനും കഥ കേൾക്കുന്ന നിങ്ങളും എല്ലാവരും കുറേ കൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസിലോട്ട് വരാൻ പോവുകയാണ്. പുതിയൊരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങുകയാണ്. അതിൽ ആദ്യത്തെ വീഡിയോ ആണത്. അപ്പം സ്വാഭാവികമായിട്ടും ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് എന്ന് തന്നെയായിരിക്കും. വല്ലാത്തൊരു യാത്ര തുടങ്ങുന്നത് 2020 ജൂലൈ 4 മുതൽക്കാണ്. അപ്പോൾ അന്ന് വെബിൽ തുടങ്ങിയ ഈ പ്രോഗ്രാം പിന്നീട് ചാനലിലെത്തുകയും പല രീതിയിൽ അത് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 4-4.5 വർഷം കൊണ്ട് 220 എപ്പിസോഡോളം ചെയ്തൊരു പ്രോഗ്രാമാണത്. ആ ഒരു പ്രോഗ്രാം ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്തിരുന്ന ആ പ്രോഗ്രാം എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനലിലേക്ക് വന്നത് എന്ന വിഷയമാണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഈ പരിപാടിക്ക് കിട്ടാതെ പോകുന്ന ഒരു ഫോക്കസ്ഡ് സ്വഭാവം, അതായത് ഞാനും നിങ്ങളും തമ്മിലൊരു പാരസ്പര്യം നേടാനുള്ളൊരു അവസരമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഇത്രയും കാലം കൊണ്ട് ഇത്രയധികം എപ്പിസോഡുകൾ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ എപ്പിസോഡുകൾ കണ്ടിട്ട് ആളുകൾ വീട്ടിൽ പോവുകയല്ല ചെയ്യുന്നത്. അവർ ഈ എപ്പിസോഡ് കണ്ട ആളുകൾ എൻ്റെ നമ്പർ തപ്പിയെടുക്കുന്നു, എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നു, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നു. അവരെ ഓരോരുത്തരെയും ഈ പരിപാടി വേറെ വേറെ തലങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ട്. ചിലർക്ക് ചില എപ്പിസോഡ് കാണുമ്പോൾ കരച്ചിൽ വന്നിട്ടുണ്ട്, ചിലർക്ക് ചില എപ്പിസോഡിൽ കാണുമ്പോൾ പഴയ പല സംഭവങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ട്, ചിലർക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് ചില എപ്പിസോഡ് കാണുമ്പോൾ. അങ്ങനെ പല തലത്തിൽ ഈ പരിപാടി ആളുകളെ സ്പർശിച്ചിട്ടുണ്ട് എന്നാണ് പലരും എന്നെ അറിയിച്ചിട്ടുള്ളത്, നേരിട്ട് തന്നെ അറിയിച്ചിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടോ ചില പരിപാടികൾ നന്നാവും, ആളുകൾ കാണും. പക്ഷെ അതിലുപരിയായിട്ട് വല്ലാത്തൊരു കഥ എന്ന പരിപാടിക്ക് ഇത്രയും കാലം കൊണ്ടുണ്ടായിട്ടുള്ളൊരു നേട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തെ ഈ ഒരു പരിപാടി കൊണ്ടുണ്ടായിട്ടുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്, ഈ പരിപാടിയുടെ പേരിൽ ആളുകൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ്. എന്നെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി ഇഷ്ടംപോലെ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങളുടെ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ എപ്പിസോഡും വിടാതെ കാണുന്നതാണ്, നല്ല പരിപാടിയാണ്, എനിക്ക് ഇഷ്ടമാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞു. എന്തോ ഒരു ഇഷ്ടം ആളുകൾക്ക് എന്നോട് പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർ ഈ പരിപാടി നിരന്തരം കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴും അവരുമായിട്ട് നേരിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല പലപ്പോഴും. അപ്പം പലപ്പോഴും കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കമൻറ്റ് നോക്കാൻ പറ്റും, രണ്ടാമത്തെ എപ്പിസോഡ് വരുന്നു, മൂന്നാമത്തെ എപ്പിസോഡ് വരുന്നു, അങ്ങനെ ഒരു 100-100 എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ആഴ്ചയിലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കമൻറ്റുകൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നാൽ അത് സ്പെഷ്യലി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ, അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും. അപ്പം ഇനി അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ചാണ്. ഞാൻ എന്ന കഥ പറയുന്ന ആളും നിങ്ങൾ കഥ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രേക്ഷകരും ഒന്നിച്ചുള്ളൊരു യാത്രയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇതുവരെയുള്ള പോലെയല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്നോട് പറയാം നിങ്ങൾക്ക് ഏത് കഥയാണ് കാണാൻ താല്പര്യമുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ കഥയിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അത് നിങ്ങൾ എങ്ങനെയാണ് സ്പർശിച്ചത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് എന്നെ നേരിട്ട് അറിയിക്കാനുള്ള വെന്യൂസ് നമ്മുടെ ഈ പുതിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും. ഈ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്ത് കാണാൻ ആഗ്രഹമെന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്മൾ ഇറങ്ങി വരികയാണ് ഇനി അങ്ങോട്ട്. അപ്പം നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളെ കൂടുതൽ അഡ്രസ്സ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം ട്രീറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് അതിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരു പ്രസ്ഥാനമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പോൾ വല്ലാത്തൊരു കാര്യത്തിൽ പറയുന്നത് തന്നെ റിസർച്ചിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന, നല്ലപോലെ പണിയെടുത്ത് ചെയ്യുന്ന എപ്പിസോഡുകളെന്നാണ്. പക്ഷേ ഈ നിലവിലെ അവസ്ഥയിൽ മറ്റു പണികൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേണ്ടത്ര റിസർച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇതുവരെ വിചാരിക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ഇപ്പം ഈ വല്ലാത്തൊരു കഥ എന്നതിലേക്ക് ഇറങ്ങി വരികയും ഒരു യൂട്യൂബ് ചാനലിലൂടെ അത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കുറേ കൂടി ഇപ്പോൾ നേരത്തെ എടുത്തിട്ട് ഒരു 5 ഇരട്ടി എഫർട്ടെങ്കിലും നമുക്ക് റിസർച്ചിൽ കൊടുക്കാൻ പറ്റും, കുറേയും കൂടി നല്ല രീതിയിൽ ഔട്ട്പുട്ടായിട്ട് മാറ്റാൻ പറ്റും. അപ്പം വളരെ നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും ഇനി അങ്ങോട്ട്. കൂടുതൽ മികച്ച എപ്പിസോഡുകളായിരിക്കും വരിക എന്നത് ഉറപ്പാണ്.
അപ്പോൾ യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് സാധ്യമാക്കാനുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകം. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അറിവിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരു കുട്ടികളുടെ തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവരെ നമ്മുടെ കൂടെ കൂട്ടണം. അവർക്കറിയേണ്ട പല അറിവുകളും അവർക്കില്ല. പ്രത്യേകിച്ച് ചരിത്രത്തെക്കുറിച്ചുള്ള ബോധം അവരിൽ വരുന്നില്ല, രാഷ്ട്രീയത്തിൽ അവർക്ക് അവബോധം വരുന്നില്ല, അവർ വായിക്കുന്നില്ല, അവർ ഫുൾ ടൈം ഗാഡ്ജറ്റ്സിൽ മുഴുകി നിൽക്കുകയാണ്. അങ്ങനെയുള്ള പരാതികൾ നമ്മളെല്ലാവരും പറയുന്നതാണ്. എന്നാൽ ആ പരാതികൾ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളാരും ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്ന രക്ഷിതാവ് ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും ആ കുട്ടികളെ അവരുടേതായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരാക്കുകയും ചരിത്രത്തിൽ താല്പര്യമുള്ളവരാക്കുകയും അങ്ങനെ അറിവിലേക്ക് അവർ പുസ്തകങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നൊരു നിയമം കൂടി നമ്മുടെ പരിപാടിക്കുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കാണുന്നത് അവരുടെ ഗാഡ്ജറ്റ് തന്നെ ആയിരിക്കും. അവർ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവരാണ്. അപ്പം അവിടെ ഇങ്ങനത്തെ പരിപാടികളുടെ എണ്ണം വളരെ കുറവാണ്. വല്ലാത്തൊരു കഥ അതിലൊരു എക്സെപ്ഷനാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം ഇങ്ങനെയുള്ളൊരു പരിപാടി കുട്ടികളെ അവർക്കിഷ്ടമുള്ള മാധ്യമത്തിലൂടെ അവർക്കിഷ്ടമുള്ള രീതിയിൽ കഥ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഹുക്ക് ചെയ്യുകയും ഒരിക്കലും ഇത് കണ്ടു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ഇതിനിടയിലൂടെ അവരറിയാതെ തന്നെ നമ്മൾ പറയുകയാണ്, അപ്പോൾ ഇത്രയും രസമുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, ഇതിനെപ്പറ്റി കുറച്ചുകൂടി അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ന പുസ്തകം, ഇന്ന ആൾ എഴുതിയ ഇന്ന പുസ്തകം വായിക്കുക. അത് വളരെ വളരെ കാഷ്വലായിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുക. പക്ഷേ ആ കുട്ടി അപ്പോൾ എന്താ ചെയ്യുന്നത്? അടുത്തതായിട്ട് ആ പുസ്തകം അന്വേഷിച്ച് പോകുന്നു, അവനത് തപ്പി പിടിച്ച് വായിക്കുന്നു. അപ്പോൾ ആ വായനയുടെ ഒരു ലോകത്തിലേക്ക് ഇപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതെന്ന് വെച്ചാൽ നോവൽ വായിച്ചിട്ട് എന്താ കാര്യം, ഞാൻ എന്തിനാണ് നോവൽ വായിക്കുന്നത്, എനിക്ക് എന്ത് അറിവാണ് കിട്ടുന്നത്? അപ്പോൾ നോവൽ അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ കവിത എന്നൊക്കെ പറയുന്ന ഒരു കാൽപ്പനികമായിട്ടുള്ള ലോകത്തേക്ക് കൂടി കുട്ടികളെ എത്തിക്കാൻ നമുക്ക് ഈ പരിപാടിയിൽ സാധിക്കുന്നുണ്ട്. പല പുസ്തകങ്ങളും കുട്ടികൾ ഈ പരിപാടി കണ്ട ശേഷം അവർ വായിച്ചിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ പിന്നീട് ഒന്ന് പറയുന്ന ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സാഹിത്യത്തിലേക്കും വായനയിലേക്കും അനുഭവങ്ങളിലേക്കും ഒരു ചരിത്രത്തേക്കും ഒക്കെ നമ്മുടെ സംസ്കാരത്തിലേക്കും ഒക്കെ അടുപ്പിക്കാനുള്ളൊരു ടൂള് കൂടിയായിട്ട് നമ്മുടെ പരിപാടി മാറേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് വല്ലാത്തൊരു കഥ എന്ന പരിപാടി അതേ പേരിൽ തന്നെ എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പരിപാടിക്ക് ഇപ്പോഴുള്ള ഭാഷയുടെ അതിർവരമ്പുകളോ അല്ലെങ്കിൽ ദേശത്തിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസോ ഒക്കെ അതിനൊക്കെ മറികടന്നുകൊണ്ട് ലോകം മുഴുവൻ ഇതിനെ വ്യാപിപ്പിക്കാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും എവിടെ താമസിക്കുക, ലോകത്തിൽ എവിടെ താമസിക്കുന്ന കുട്ടികളായാലും അവർക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് ഇങ്ങനൊരു പരിപാടി നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂട്യൂബ് പോലൊരു മാധ്യമത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നത്തെ തലമുറയല്ല, നാളെ നിങ്ങളുടെ കുട്ടികൾ വളർന്നു വലുതായാൽ അവരുടെ മക്കൾ കൂടി കാണാൻ പറ്റിയ കണ്ടൻറ്റ് നമുക്ക് ഇന്നേ ഈ യൂട്യൂബിലൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ട സഹകരണങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് തൽക്കാലത്തേക്ക് നിർത്തുന്നത്. ഉടനെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ വല്ലാത്തൊരു കഥ അടക്കമുള്ള പ്രോഗ്രാമുകൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങും. എല്ലാവരും കാത്തിരിക്കുക എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അങ്ങ് അമർത്തുക. അപ്പം എന്നും പറയുന്ന പോലെ മറ്റൊരു വല്ലാത്ത കഥയുമായി നമുക്കിനി കാണാം.